പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. ഇന്നത്തെ നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. എൻ്റെ കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന മക്കളുടെ മേൽ കർത്താവിൻ്റെ ശക്തിയൊക്കട്ടെ. ഇന്നത്തെ നിങ്ങളുടെ യാത്രാമേൽ കർത്താവിൻ്റെ കൃപ ചൊരിയട്ടെ. നിങ്ങളുടെ ചിന്തകൾ, നിങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കുന്ന സംസാരങ്ങൾ, ഇടപാടുകൾ, ഇടപഴകലുകൾ, ചർച്ചകൾ, തീരുമാനങ്ങൾ കർത്താവ് അനുഗ്രഹിക്കട്ടെ.
ഭവനരഹിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, വീട്ടിലേക്ക് വഴിയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, വെള്ളം പോലും കൃത്യമായിട്ട് കിട്ടാത്തവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിനുമായ നാമത്തിൽ നീ അനുഭവിക്കുന്ന ഭൗതികമായ എല്ലാവിധ പ്രതിസന്ധികൾക്കും യേശു ക്രിസ്തു നാമത്തിൽ കൃപാസ്ഥാനം ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയുടെ മാധ്യസ്ഥത്തിൽ യേശു നാമത്തിൽ പരിഹാരം ഉണ്ടായിട്ട് പ്രാർത്ഥിക്കുന്നു. മദ്യപാനികളുണ്ട് ഈശോയെ, കുടുംബത്തിൽ എപ്പോഴും കലഹം ഉണ്ടാക്കുന്നതിന് വേണ്ടി, സ്വന്തം കഴിവുകേടുകളും നിറവുകേടുകളും മറച്ചു വെക്കുന്നതിന് വേണ്ടി, കണ്ടവരുടെ മനുഷ്യൻ്റെ കഴുത്തേ കയറിക്കൊണ്ട് എപ്പോഴും ഒരു ചർച്ചാ വിഷയമാകുന്ന വ്യക്തികളെ ഓർത്ത് അവരുടെ മാനസിക രോഗങ്ങളെ സുഖപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയുടെ മാധ്യസ്ഥത നിങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ലുക്ക 13:21 വായിച്ചേ. ഒരുവൻ അവനോട് ചോദിച്ചു, കർത്താവേ, രക്ഷ പ്രാപിക്കുന്നവർ ചുരുക്കമാണോ? എന്താ കാര്യം അറിയാവാ? അതൊക്കെ മുമ്പോട്ട് വചനമുണ്ട് അവിടെ, അത് വായിച്ചേ. അതിന്റെ മുകളിലുള്ള വചനം വായിച്ചേ. പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും പഠിപ്പിച്ചുകൊണ്ട് അവൻ ജെറുസലേമിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. അപ്പൊ ഈ യാത്ര മുഴുവനും കൂടെ കക്ഷികളാ നിൽക്കണത്. പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി കർത്താവുമായിട്ട് വളരെ ആ കർത്താവിൻ്റെ വചനത്തിൽ ഇങ്ങനെ നിർവൃതി കൊണ്ട് അഭിഷേകം പ്രാപിച്ച ഒരു ആളാണിത്. എല്ലാ ചില ഗ്രാമങ്ങളിൽ ചെല്ലുമ്പോഴും ഇയാളുണ്ടാവും, പട്ടണം ചെല്ലുമ്പോൾ ഇയാളുണ്ടാവും. എല്ലാം കൂടി കേട്ടിട്ട് അവസാനം കർത്താവിനോട് ഡയറക്റ്റ് ചോദിക്കാൻ പറ്റുന്ന ഒരു സാധാരണ മനുഷ്യനാണ്. കേട്ട് കർത്താവുമായിട്ട് നല്ല അടുപ്പമായി കഴിഞ്ഞപ്പോൾ ഒരു ഓർഡിനറി മാനാണ്. പക്ഷേ ഈ ഓർഡിനറി മാൻ്റെ കുഴപ്പം എന്ന് പറഞ്ഞാൽ ഇയാൾ എല്ലായിടത്തും കർത്താവ് ചില സ്ഥലത്തും എല്ലാം ഉണ്ടാവും. കർത്താവിൻ്റെ പ്രസംഗത്തോട് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ രാത്രിയും പകരും നാട്ടിലും നഗരത്തിലുമൊക്കെ ഇയാളെ കാണും. അങ്ങനെ ഈശോയോട് ഡയറക്റ്റ് സംസാരിക്കാൻ പറ്റുന്ന രീതിയിൽ അയാൾ അവസാനം ആത്മാർത്ഥമായിട്ട് വിളിച്ച് ചോദിക്കും, കർത്താവേ, ഞാൻ നിൻ്റെ കൂടെ ഈ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം കൊതിയോടുകൂടി കേട്ടു. ഇപ്പം എനിക്ക് മനസ്സിലായത് രക്ഷപ്പെടുന്ന ആൾക്കാർ ചുരുക്കമാണെന്നാണ്. ശരിയാണോ? ഞാൻ മനസ്സിലാക്കിയത് ശരിയാണോ? എന്താ ഈശോ പറയണമെന്ന് മടി? അവൻ അവരോട് പറഞ്ഞു, ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുവാൻ പരിശ്രമിക്കുവിൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, അനേകം പേർ പ്രവേശിക്കാൻ ശ്രമിക്കും, എന്നാൽ അവർക്ക് സാധിക്കുകയില്ല. എന്താ സംഭവം എന്ന് അറിയാം? അതായത് നമ്മൾ ഇതിൻ്റെ അകത്ത് ഭയങ്കര ഫിൽട്ടറിങ് ആണ്. ഒരു ഘട്ടത്തിൽ എല്ലാവരും കയറാൻ പറ്റും, അടുത്ത ഘട്ടത്തിൽ കുറച്ച് പേർ കയറാൻ പറ്റും, അടുത്ത ഘട്ടത്തിൽ ചുരുങ്ങി വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ഷേ ദൈവത്തിൻ്റെ ആഗ്രഹം എന്താണ്? എല്ലാവരും രക്ഷപ്പെടണമെന്ന് തന്നെയാണ് ആഗ്രഹം. 1 തിമോത്തി 2:4 എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും സത്യം അറിയണമെന്നും ആണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. ഇപ്പം എല്ലാവരെയും വെൽക്കം ചെയ്യുന്നുണ്ട്. പക്ഷേ പോകെ അത് കുറച്ച് സീരിയസ് ആയിട്ടുള്ള ടെസ്റ്റ്. ഇപ്പോൾ നമുക്കറിയാമല്ലോ, പട്ടാളക്കാരെ കണ്ടിട്ടില്ലേ? കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനൊരു നമ്മുടെ ക്യാപ്റ്റൻ വർഗീസ് മാത്യുവിനെ കണ്ട്. അപ്പോൾ അദ്ദേഹം കൊമ്പുദോറായി അദ്ദേഹം ഇന്ത്യൻ നേവിയിൽ. അപ്പോൾ അദ്ദേഹത്തിന് 1 സ്റ്റാറുണ്ട്. പിന്നെ അദ്ദേഹത്തിന് കുറേ ടൈം ഉണ്ട് ഇനിയും. അപ്പോൾ ഒരു പക്ഷേ റിട്ടയർ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് 3 സ്റ്റാറാവെല്ലാം കാണും. അപ്പോൾ വെച്ച് കഴിഞ്ഞാൽ ഓരോ ഘട്ടം ചെല്ലും തോറും ദൈവരാജ്യം ഏതാണ്ട് ഇതുപോലെയാണ്. വെച്ചാൽ ആ 1 സ്റ്റാർ ഗ്രേസ് കൃപയുടെ 1 സ്റ്റാറുള്ളവരുണ്ടാവും, 2 സ്റ്റാറുള്ളവരുണ്ടാവും, 3 സ്റ്റാറുള്ളവരുണ്ടാകും. അത് കഴിഞ്ഞ് ദൈവരാജ്യം ഈ ബലപ്രയോഗത്തിന് വിധേയമായിരിക്കണം എന്ന് പറയാൻ കാര്യം ഇതാണ്. ഇപ്പോൾ ഓരോരോ ഘട്ടം ചെല്ലുന്തോറും നമുക്ക് പുതിയ ശക്തിയും പുതിയ കൃപയും, അല്ലാതെ ആദ്യത്തെ സിലബസ് തന്നെയല്ല പിന്നെ ഫോളോ ചെയ്യണത്. സിലബസ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ പറയും, അയ്യോ പണ്ട് വിജയകുമാർ എന്നോട് പറയുമായിരുന്നു, എന്താണ് അച്ഛാ പ്രോബ്ലംസ് ആർ ഓൾവേസ് ഇൻ ക്യൂ എന്ന് പറയും. പ്രോബ്ലംസ് ആർ ഓൾവേസ് ഇൻ ക്യൂ, അത് ശരിയാണ്. അപ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ ഓരോ സമയത്ത് ഇങ്ങനെ ടെസ്റ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കും. ആ ടെസ്റ്റ് അനുസരിച്ചുകൊണ്ട് നമുക്ക് ഇങ്ങനെ സ്റ്റാർ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കും.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്. പക്ഷെ നമ്മൾ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുമ്പോൾ ആരുടെ നാമത്തിലാണ് ചെയ്യേണ്ടത്? യേശുവിൻ്റെ നാമത്തിൽ. ഉടമ്പടി ചെയ്തിരിക്കുന്ന മക്കളും കൃപാസന അൾത്താരയിൽ ആശ്വാസം കണ്ടെത്തുന്ന എല്ലാ മക്കളും ചെയ്യേണ്ടത് കാരുണ്യ പ്രവർത്തി ചെയ്യുമ്പോൾ ആരുടെ പേരിൽ ചെയ്യണം? ഇൻ ഹിസ് നെയിം, കർത്താവിൻ്റെ നാമത്തിൽ. എന്താ കാര്യം? റോമ 10:13 പറയും, കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ രക്ഷ പ്രാപിക്കും. പറഞ്ഞേ, ഒന്നുകൂടി പറഞ്ഞേ. ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. സുരക്ഷിതരാണ്, അവർ രക്ഷ പ്രാപിക്കും. ദൈവത്തിന്റെ ശക്തി അവരിലേക്ക് നിറയും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളടിച്ചുകൊണ്ട് ദൈവശക്തി അറിയാം. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. പക്ഷേ എന്നാ കാരുണ്യ പ്രവൃത്തി ചെയ്താലും എപ്പോഴും ഓർക്കേണ്ടത് എന്താണ്? ഇതിൻ്റെയൊക്കെ ലക്ഷ്യം എന്താണ്? നിത്യജീവനാണ്. നിത്യജീവൻ്റെ പ്രഖ്യാപിതമായ മാർഗം എന്താണ്? നമ്മൾ കണ്ടതാണ് 10:26 എന്താണ്? എല്ലാത്തിലുപരി ദൈവത്തെ സ്നേഹിക്കുക. അതാണ് സംഭവം. എല്ലാത്തിലുപരി ദൈവത്തെ സ്നേഹിക്കുന്നതാണ് എല്ലാ കാരുണ്യ പ്രവൃത്തിയുടെയും. ഈ കാരുണ്യ പ്രവൃത്തിയും എല്ലാ മാർഗമല്ലേ? അതിൻ്റെ ലക്ഷ്യം എന്താണ്? എല്ലാത്തിലുപരി ദൈവത്തെ സ്നേഹിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ പ്രകൃതിയെ സ്നേഹിക്കുന്ന ഒരു കാലമാണിതല്ലേ? അല്ലേ? പ്രകൃതിയെ എവിടെ നോക്കിയാലും ചർച്ചയാണ്. പ്രകൃതിയാണ് ചർച്ച. എനിക്ക് പേടിയാണ് കർത്താവിൻ്റെ സ്ഥാനം എങ്ങാനും പ്രകൃതി അടിച്ചു മാറ്റുവാന്ന്. അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. കാരണം സൃഷ്ടാവിൻ്റെ സ്ഥാനം സൃഷ്ടികൾ അടിച്ചു മാറ്റും. പിശാചിൻ്റെ നയതന്ത്ര വിജയമാണത്. സൃഷ്ടാവിൻ്റെ സ്ഥാനം ചിലപ്പോൾ സൃഷ്ടികൾ അടിച്ചു മാറ്റും. കാര്യം നമ്മുടെ ചർച്ചയെല്ലാം എല്ലാ സാംസ്കാരിക മണ്ഡലങ്ങളിലും എല്ലാ ആധ്യാത്മിക മണ്ഡലങ്ങളിൽ പോലും പ്രകൃതി കർത്താവിനേക്കാൾ പ്രാധാന്യത്തോടെ പ്രകൃതി പ്രസൻറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നിൻ്റെ കർത്താവായ ദൈവം ഞാനാകുന്നു എന്ന് പറയുന്ന, അതുപോലെ തന്നെ നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങളിലെ ഒന്നാമത്തെ എന്താണ്? എല്ലാത്തിനുപരി സൃഷ്ടാവിനെ സ്നേഹിക്കുക. സൃഷ്ടിയെയല്ല, എല്ലാത്തിലുപരി സൃഷ്ടാവിനെ സ്നേഹിക്കുക. അതാണ് നിത്യജീവൻ്റെ മാർഗം. ഈ നിത്യജീവൻ്റെ മാർഗങ്ങൾ ചില സമയത്ത് മോഹനമായിട്ടുള്ള കാലിക വിഷയങ്ങളെ കൊണ്ട് ചിലപ്പോൾ മറച്ചു കളയും. കാലിക വിഷയങ്ങളല്ലേ? കാലിക വിഷയം കാലത്തിൻ്റെ വിളിയായി വരുന്ന വിഷയങ്ങളാണ്. ഓരോരോ കാലത്തിനും ഓരോ വിളിയുണ്ടാവും. ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് എന്നോട് ഒരുത്തൻ ചോദിച്ചു കോളേജിൽ വെച്ച്, എടാ 20-ാം നൂറ്റാണ്ട് വല്ലൊരു അച്ചമ്പടിക്ക് പോകുകയാണെന്ന് ചോദിച്ചു. കാര്യം അന്നത്തെ കാലത്ത് പള്ളികളിൽ ആളില്ലായിരുന്നു. 76 കാലഘട്ടങ്ങളിലൊക്കെ എൻ്റെ പള്ളിയിലൊക്കെ രണ്ടാമത്തെ കുർബാനയ്ക്ക് 12 ആളാണ് ഉണ്ടായത്. ഞങ്ങൾ 10,000-3000 വീട്ടുകാരുള്ള ഇടവകയാണ് ഒരു കാലമായിരുന്നത്. അപ്പോൾ എന്നോട് ആ ചോദ്യം ചോദിച്ചപ്പോൾ ഞാനും തോന്നി, ഇപ്പോഴേ 11 ആളെ പള്ളിയിലുള്ളൂ. അച്ഛനായ പറഞ്ഞ കാലത്ത് 1 മാറാൻ സാധ്യതയുണ്ട്. അതാണ് വെല്ലുവിളി എന്ന് പറയുന്നത്. ഓരോ കാലം, അന്ന് പ്രൊഫസർമാർ പോലും നിരീശ്വരന്മാരായിട്ട് അറിയപ്പെടുന്നതിൽ അഭിമാനം കൊണ്ടിരുന്നൊരു കാലമാണ്. പഠിപ്പിക്കുന്ന പ്രൊഫസർമാർ പോലും തങ്ങൾ നിരീശ്വരന്മാരാണെന്ന് പ്രഖ്യാപിക്കുമ്പോൾ അവർക്കെന്തോ ആന്തരികമായ ഉത്കർഷമുണ്ടാകുമായിരുന്നു. ഇന്നിപ്പോൾ പ്രകൃതിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പലർക്കും ആന്തരികമായ ഉത്കർഷമുണ്ടാകുന്നു. സൃഷ്ടാവിനെ പ്രകൃതിയെ കൊണ്ട് ബാക്കിയെല്ലാം ആത്മരക്ഷയെ തന്നെ ഒരു സൈഡ് ലൈൻ ചെയ്യുന്ന പോലെയുള്ള ഒരു കാലഘട്ടമാണ്. ഇത് കാലത്തിൻ്റെ വിളിയായി വരുന്നതാണ്. കാലത്തിൻ്റെ വിളിയുടെ ഉത്തരം കൊടുക്കാൻ വിശ്വാസി തയ്യാറായാൽ നമുക്ക് വരുന്നൊരു പ്രശ്നം, കാലത്തിൻ്റെ വിളികളിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഒന്ന് കുറഞ്ഞ 7:31 കാലത്തിൻ്റെ രൂപഭാവങ്ങൾ മാറിക്കൊണ്ടിരിക്കുമെന്ന്. അപ്പോൾ ഇന്നത്തെ വിളി ആയിരിക്കത്തില്ല നാളത്തെ വിളി, അല്ലേ? ഇങ്ങനെ ഓരോരോ കാലത്തും ഓരോ ട്രെൻഡാണ്, പ്രവണതകളെന്ന് പറയുന്നുണ്ട്. ശരീരത്തിൻ്റെ പ്രവണതകൾക്കനുസരിച്ച് ജീവിക്കുവാൻ നമ്മൾ ശരീരത്തിനുള്ളവരല്ല, പിന്നെ ആർക്കുള്ളതാണ്? ആത്മാവിനുള്ളവരാണ്, കർത്താവിനുള്ളവരാണ്. അതാ റോമർ 4:2.
ഇപ്പോൾ പ്രവണതകൾ ഇങ്ങനെ മാറി മാറി വരും, ട്രെൻഡുകൾ ഇങ്ങനെ മാറി മാറി വരും. പക്ഷേ ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനങ്ങൾക്ക് മാറ്റമുണ്ടാകത്തില്ല. ട്രെൻഡുകൾ മാറും, പക്ഷേ കർത്താവിൻ്റെ വചനം, ആകാശം മാറും, ഭൂമി മാറും. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനത്തിന് കാലത്തിന്റെ അവസാനം വരെ not change at all. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, വചനമായ ദൈവമേ, ആകാശങ്ങൾ മാറ്റങ്ങൾ സംഭവിച്ചാലും ഭൂമിയിൽ മാറ്റങ്ങൾ സംഭവിച്ചാലും മാറാത്ത ജീവന്റെ വചനമാണ്, ജീവിക്കുന്ന ദൈവമാണ്. മനമുയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. രോഗങ്ങൾ സമർപ്പിക്കട്ടെ, ദുരിതങ്ങൾ സമർപ്പിക്കട്ടെ, കടഭാരങ്ങൾ സമർപ്പിക്കട്ടെ, വിവിധ സങ്കടങ്ങൾ സമർപ്പിക്കട്ടെ. ആദ്യം മുതൽക്കേ മാറാതുള്ളത് വചനം മാത്രം. എല്ലാവരും കാലങ്ങൾ മാറും, രൂപങ്ങൾ മാറും, അന്നും ഇന്നും മാറാറുള്ളത് വചനം മാത്രം. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. ആകാശം മാറും, ഭൂതലവും മാറും, ആദ്യം മുതൽക്കേ മാറാതുള്ളത് വചനം മാത്രം. കാലങ്ങൾ മാറും, രൂപങ്ങൾ മാറും, അന്നും ഇന്നും മായാതുള്ളത് വചനം മാത്രം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ചില സമയത്ത് ഞാൻ ഓർത്തു പോയിട്ടുണ്ടേ, നമ്മൾ പറഞ്ഞ കർത്താവ് നല്ല സമരക്കാരൻ്റെ കഥയില്ലേ, ഇല്ലേ? അതിൽ നല്ല അയൽക്കാരനായിട്ട് വരുന്നത് ആരാ? സമറിയക്കാരനാണ്. ദാറ്റ് മീൻസ് യഹൂദനല്ല, തിരഞ്ഞെടുക്കപ്പെട്ട ജനത അല്ല, വിജാതീയനായ മനുഷ്യനാണ്. അപ്പോൾ കർത്താവിന് ഒരു പരസ്നേഹത്തിൻ്റെ കഥ പറയാൻ അയ്യർ രാജ്യങ്ങളിൽ നിന്ന് വിജാതിയരെ കടമെടുക്കേണ്ടി വന്നോ? മടീസേ, നിങ്ങൾക്ക് എന്ത് തോന്നണേ? ഈശോ എന്തുകൊണ്ട് പരസ്നേഹത്തിൻ്റെ കഥ പറയാൻ ഇസ്രായേലിൽ ഒരു മോഡലില്ലായിരുന്നോ? എബ്രഹാം മുതൽ ഇസഹാക്ക് മുതൽ 10 കൽപ്പന കൊടുത്ത മോസസ് മുതൽ പ്രവാചകന്മാർ മുതൽ എസ്രാ നെഹേമിയ മുതൽ മക്കബേസ് വരെയുള്ള കാലഘട്ടങ്ങളിലൂടെ ദൈവം പ്രവാചകന്മാരിലൂടെ, ദൈവം ന്യായാധിപന്മാരിലൂടെ തൻ്റെ ഉടമ്പടിയുടെ വിശ്വസ്ത കാണിക്കാൻ വേണ്ടി ഒരു ജനതയെ ഒരുക്കിയപ്പോൾ ആ ജനതയുടെ കൂട്ടത്തിൽ പരസ്നേഹത്തിന് വേണ്ടി ദൈവത്തിന് പെറുക്കിയെടുക്കാൻ ഒരാൾ പോലും ഇല്ലായിരുന്നു. വാട്ട് യു സേ? നിങ്ങൾക്ക് എന്ത് തോന്നണം? എന്തുകൊണ്ട് കർത്താവിന് സമറിയക്കാരൻ്റെ പുറകെ പോയി? കരുണയുള്ളവരെ ഇസ്രായേൽ ഇല്ലാഞ്ഞിട്ടാണോ? ആണോ? അല്ല, കരുണയുള്ളവർ ഇസ്രായേലിൽ ആവശ്യത്തിനുണ്ട്. കർത്താവ്, നിങ്ങൾ ശ്രദ്ധിക്കണേ, അത് എന്തുകൊണ്ട് കർത്താവ് ഒരു വിജാതീയ സ്ഥലത്ത് നിന്ന് പ്രവിശ്യ നിന്ന് തൻ്റെ പരസ്നേഹത്തിൻ്റെ നിത്യജീവൻ്റെ കഥ പറയാൻ വേണ്ടി ഒരാളെ മോഡലായിട്ട് എടുക്കേണ്ടി വന്നു എന്ന് ചോദിച്ചാൽ അതിനർത്ഥം അത്തരം ആൾ ഇസ്രായേൽ ഇല്ലാത്ത കൊണ്ടാണോ? നോട്ട്, ഒരിക്കലുമല്ല. ഇസ്രായേൽ ഇതിനേക്കാൾ വലിയ പരസ്നേഹത്തിൻ്റെ പ്രവൃത്തി ഉണ്ട്. ഇപ്പം കർത്താവ് നോക്കിയിരിക്കുമ്പോൾ തന്നെ ഒരുത്തൻ്റെ പെരയും പൊളിച്ചുകൊണ്ട് ആൾക്കാർ വന്നില്ലേ? ഇല്ലേ? രണ്ട് മർക്കോസിൻ്റെ സുവിശേഷത്തിലല്ലേ, 2:3 2-ാമത്തെ 3-ാം വാക്യം എന്താണ്? വാതിക്കൽ പോലും നിൽക്കാൻ ഇടം കിട്ടാതെ വന്നപ്പോൾ ഒരു തറവാത രോഗിയെ കൊണ്ടുവന്ന ആൾക്കാർ മേലോട്ട് കയറി അതിനെ തട്ടിപ്പൊക്കി ആളെ കട്ടിലോട് കൂടി താഴെ ഇറക്കിയപ്പോഴേ കർത്താവ് എന്താ പറഞ്ഞത്? അവിടെ വിശ്വാസം കണ്ട്. ഇപ്പോൾ കുറച്ച് കാരുണ്യം മാത്രമല്ല ഉള്ളത്, നല്ല തങ്കം പോലത്തെ മനുഷ്യരെ യഹൂദ സമൂഹത്തിൽ പരസ്നേഹത്തിൻ്റെ വക്താക്കളായിട്ടുണ്ട്. Then why Jesus took other person from other caste? That is our question. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവേ, പ്രബോധനങ്ങൾ നൽകുന്ന നന്ദി പറയുന്നു. ആഴമായ വചനബോധ്യങ്ങൾ ബൈബിളിൽ കർത്താവേ അഭിഷേകമായി അങ്ങ് വ്യാഖ്യാനിച്ച് നൽകുന്നു. സ്നേഹമേ അങ്ങേക്കൊരായിരം സ്തോത്രമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ.
ഉയർത്തിക്കൊണ്ട് ശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഓ ദിവ്യകാരുണ്യ സ്നേഹമേ അങ്ങേക്കൊരായിരം സ്തോത്രമേകാം. ഇനി കർത്താവ് ഉയർത്തെഴുന്നേറ്റിട്ടും അത് അറിയാതെ ഇരുന്ന ആൾക്കാരില്ലേ? നമ്മുടെ നടപടി പുസ്തകത്തിൽ കാരുണ്യപ്രവൃത്തി ചെയ്യുന്നുണ്ട്. അതാരാ? 9-ാം മണിക്കൂറിൽ പത്രോസ് പ്രാർത്ഥിക്കാൻ പോയ കഥ നമ്മൾ വായിക്കും അല്ലേ? 9-ാം മണിക്കൂറിലെ പത്രോസ് 3-ാം അധ്യായത്തിലെ 4-ാമത്തെ വാക്യം. നടപടി 3-ാം അധ്യായം 9-ാം മണിക്കൂറിൽ പത്രോസും യോഹന്നാനും ദേവാലയത്തിലേക്ക് പ്രാർത്ഥിക്കാൻ പോയി. അപ്പോൾ എന്താ സംഭവിച്ചത്? അവിടെ ഒരു മുടന്തൻ ഭിക്ഷ യാചിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അവൻ പത്രോസിനെ കണ്ടപ്പോൾ കൈ നീട്ടി, ഇല്ലേ? ആ കഥ നമുക്കറിയാം. പക്ഷെ അതല്ല പ്രശ്നം. ഈ മുടന്തൻ എങ്ങനെ വന്നതാണ് അവിടെ? 3:2 നടപടി പുസ്തകം 3:2 എഴുതിയിട്ടുണ്ട്. പത്രോസ് വരുന്നതിന് 10 മിനിറ്റ് മുമ്പ് കുറേ പേര് ചുമന്നുകൊണ്ട് വന്നാണ് ഈ മനുഷ്യനെ അവിടെ വെച്ചിരിക്കുന്നത്. മനസ്സിലായില്ലേ? കാരുണ്യപ്രവൃത്തിയാണോ ചെയ്തിരിക്കണേ? അവനെ ചുമന്നുകൊണ്ട്, അവനെ ജന്മനാ മുടന്തനാണ്. അതും കാരുണ്യപ്രവൃത്തിയാണ്. വീട് പൊളിച്ച് കട്ടിലോട് കൂടി താഴെ ഇറക്കിയതും കാരുണ്യപ്രവൃത്തിയാണ്. ആ മുടന്തനെ ചുമന്നുകൊണ്ട് വന്ന് അവിടെ വെച്ചെന്ന് ഈശോ പറഞ്ഞിരിക്കുന്നത്. ഇത് രണ്ടും കാരുണ്യപ്രവൃത്തികളാണ്. എന്താ ഇങ്ങനെ പറയാൻ കാരണം എന്നറിയാവോ? ഇങ്ങനെ കാരുണ്യപ്രവൃത്തികൾ ചെയ്യുന്നവരുടെ ഒരു വലിയ സമൂഹമാണ് ദൈവജനമെന്ന് പറയണത്, യഹൂദ ജനത. എന്നിട്ടും എന്തുകൊണ്ട് കർത്താവ് കാരുണ്യപ്രവൃത്തിയുടെ കഥ പറയാൻ വേണ്ടി സമറിയായി നാളെ കൊണ്ടുവന്നു? ദത്തെടുത്ത പോലെ ആയില്ലേ? എന്തുകൊണ്ടാണ്? ദൈവത്തിൻ്റെ അദമ്യമായ നിത്യരക്ഷ ആഗ്രഹമാണ്. 1 തിമോത്തി 4-ാം വാക്യത്തിലെ 3:4, 1 തിമോത്തി 2:4 എന്താ പറയണത്? എല്ലാവരും രക്ഷപ്പെടണമെന്നും, ഒന്ന് പറഞ്ഞേ, സത്യമാർഗം സ്വീകരിക്കണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു. എല്ലാവരും രക്ഷപ്പെടണമെന്നും സത്യമാർഗം സ്വീകരിക്കണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു. അപ്പം വിജാത്യരും അക്രൈസ്തവരും രക്ഷപ്പെടണമെന്ന് ആരാഗ്രഹിക്കുന്നു? ദൈവം ആഗ്രഹിക്കുന്നു. അവർക്ക് വ്യവസ്ഥാപിതമായ അനുഷ്ഠാന മാർഗങ്ങളിലൂടെ രക്ഷ പ്രാപിക്കാൻ നിവൃത്തിയില്ലെന്നുണ്ടെങ്കിൽ ദേ മസ്റ്റ് ഡു എന്ത് ചെയ്യണം? അവരെ കാരുണ്യപ്രവൃത്തികൾ ചെയ്താൽ മതിയെന്ന്. അതല്ലേ സമറിയാക്കാൻ്റെ കഥ പറയണത്? എന്നെ ശ്രമിക്കുന്ന അക്രൈസ്തവ സഹോദരനെ ശ്രദ്ധിക്കുക. നിങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ കാരുണ്യപ്രവൃത്തികൾ ചെയ്യുമ്പോൾ നിങ്ങൾ നിത്യരക്ഷയ്ക്ക് അച്ചാരമാക്കിയാണ്. കൈയടിച്ച് കർത്താൻ ശ്രമിക്കുക. ഓ ദിവ്യകാരുണ്യ സ്നേഹമേ അങ്ങേക്കൊരായിരം സ്തോത്രമേകാം. അപ്പം നമ്മൾ ഉടമ്പടി പ്രകാരമുള്ള കാരുണ്യ പ്രവർത്തികളും ഉടമ്പടി പ്രകാരമുള്ള പ്രേക്ഷിത പ്രവർത്തനങ്ങളും ഒരു സൽപ്രവർത്തികളെക്കാൾ ഉപരി അതിൻ്റെ ഗുണം എവിടെ വരണത്? അതൊരു നിത്യരക്ഷ പരിപോഷിത പ്രവർത്തനമാണത്. അതോർത്ത് വേണം ഇതൊക്കെ ചെയ്യാൻ. പറഞ്ഞാൽ മനസ്സിലായില്ലേ? അത് നിത്യരക്ഷ, നമ്മുടെ നിത്യജീവനെ പരിപോഷിപ്പിക്കുന്ന, ഞാൻ വന്നിരിക്കുന്നത് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി. ഈ ജീവൻ എങ്ങനെ സമൃദ്ധമായി ഉണ്ടാകും? യേശുക്രിസ്തു നാമത്തിൽ നീ സഹോദരനെ സഹിച്ചു കഴിയുമ്പോൾ, നീ അതുപോലെയുള്ള കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ നീ ജീവൻ സമൃദ്ധമാക്കുകയാണ്. കൈയടിച്ച് കിടത്താണ് ഹല്ലേലൂയ. ഓ ദിവ്യകാരുണ്യ സ്നേഹമേ അങ്ങേക്കൊരായിരം സ്തോത്രമേകാം. ഓ ദിവ്യകാരുണ്യ സ്നേഹമേ അങ്ങേക്കൊരായിരം സ്തോത്രമേകാം. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്നാ പ്രശ്നം? കർത്താവിന് മുമ്പ് കാരുണ്യ പ്രവൃത്തികൾ ഉണ്ടായിരുന്നോ? ഐ ക്വസ്റ്റ്യൻ. കർത്താവിന് മുമ്പ് മനുഷ്യൻ ഇവിടെ കാരുണ്യ പ്രവൃത്തി ചെയ്തിരുന്നോ? ഉണ്ടായിരുന്നോ? ഇല്ലേ? ഉണ്ടായിരുന്നു. അതല്ലേ ഈ പറഞ്ഞത്? കർത്താവിന് മുമ്പ് ചെയ്ത, കർത്താവ് ഉയർത്തുന്നേക്ക് മുമ്പ് ചെയ്തിട്ടുള്ള കാരുണ്യ പ്രവൃത്തിയാണല്ലോ ഈ മട്ടുപാവ് പൊളിച്ച് ആൾക്കാരെ കട്ടിലോട് കൂടി താഴെ ഇറക്കണത്. അപ്പോൾ കാരുണ്യ പ്രവർത്തികൾ ഇവിടെ പ്രചരിപ്പിക്കാനല്ല
യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടതെന്ന് മനസ്സിലായില്ലേ? പറഞ്ഞാൽ മനസ്സിലായില്ലേ അല്ലേ? കാരുണ്യ പ്രവൃത്തിയുടെ ആക്കം കൂട്ടാനല്ലേ ഇവൻ തുണിയില്ലാതെ ക്രൂശിക്കപ്പെട്ടത്. അത് മനസ്സിലാക്കണം. ഇപ്പം ചിലരുടെ വർത്തമാനം കേട്ട് കഴിഞ്ഞാൽ തോന്നും ക്രിസ്തുവിനേക്കാൾ വലിയ കാരുണ്യമാണെന്ന്. കാരുണ്യത്തിനൊക്കെയുള്ള വില ക്രിസ്തുവിൻ്റെ താഴെ ഉള്ളു. ജീസസ് മസ്റ്റ് ബി ടോക്ക് ആൻഡ് പ്രസൻറ്റ് ടു ദി വേൾഡ് ഫോർ ആസ് ദ മീൻസ് ഓഫ് ഇറ്റേണൽ ലൈഫ്. കാരുണ്യ പ്രവൃത്തി അല്ലത്. കർത്താവിന് മുമ്പ് കാരുണ്യ പ്രവൃത്തി ഉണ്ട്. ഈ ഭൂമിയിൽ കാരുണ്യ പ്രവൃത്തി എന്തോ കുറഞ്ഞു പോയിട്ടാണ് മനുഷ്യാവതാരം സംഭവിച്ചെന്നുള്ള ധാരണ ആർക്ക് വേണ്ട. യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടത് ഇവിടെ സൽപ്രവൃത്തികൾ ചെയ്യാൻ വേണ്ടിയല്ല. ആണോ? അല്ല. യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടത് മനുഷ്യരിൽ കാരുണ്യ പ്രവൃത്തി കുറഞ്ഞു പോയിട്ട് അതിന് ആക്കം കൂട്ടാൻ വേണ്ടിയല്ല, അതിന് തൂക്കം വർദ്ധിപ്പിക്കാൻ വേണ്ടിയല്ല. പിന്നെ എന്തിനു വേണ്ടിയാണ് അവൻ ക്രൂശിക്കപ്പെട്ടത്? അവൻ നിത്യരക്ഷ നൽകാൻ വേണ്ടിയാണ്. നിത്യരക്ഷയെ മറച്ചു കളയുന്ന സൽപ്രവൃത്തികളുടെ പ്രചരണങ്ങൾ ആത്മാവിൻ്റെ രക്ഷയെ അട്ടിമറിക്കുന്ന പിശാചിൻ്റെ തന്ത്രമാണ്. ശ്രുതികട ഹല്ലേലൂയ. അട്ടിമറിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളുടെ മേലും ദൈവത്തിന്റെ കയ്യൊപ്പ് ചാർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അപ്രകാരം ജനതയെ വിശ്വാസത്തിൽ നിന്ന്, ദൈവസ്നേഹത്തിൽ നിന്ന്, ദൈവശരണത്തിൽ നിന്ന്, യഥാർത്ഥ ആരാധനയിൽ നിന്ന് വിട്ടുമാറുന്ന അവസ്ഥകളിലേക്ക് ഈശോയെ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥികർത്താവായ ദൈവമേ, അറ്റ് എനി കോസ്റ്റ് എന്ത് വില കൊടുത്താം യേശുക്രിസ്തുവിനെ ലോകത്തിലേക്ക് കൊടുക്കുവാൻ നിത്യരക്ഷാമാർഗമായി സമൂഹത്തിലെ സംരംഭമാക്കുവാൻ എന്നെ സുവിശേഷത്തിന്റെ ഉപകരണമാക്കണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, കർത്താവിനെ പകർന്നു കൊടുക്കാൻ, നിത്യജീവന്റെ അച്ചാരമായി ഈശോയെ പകർന്നു കൊടുക്കുവാൻ അങ്ങയുടെ ജനതയെ പരിശുദ്ധാത്മാവിൽ ശക്തിപ്പെടുത്തണമേ. ഹല്ലേലൂയ. കരങ്ങളടിച്ചുകൊണ്ട് ഇസ്രായേലിൻ നാഥനായി വാഴ്ത്തേകദൈവം, സത്യജീവമാർഗമാണ് ദൈവം. ചേർന്ന് പാടാം. ഭക്തനായി ഭൂമിയിൽ പിറന്നു സ്നേഹദൈവം, നിത്യജീവനേകിടുന്നു ദൈവം. പിതാവേ, രാജ്യം വരേണമേ, അങ്ങേ തിരുഹിതം ഭൂമിയിൽ എന്നും നിറവേറേണമേ. പിതാവേ, ദൈവമേ, അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങേ തിരുഹിതം ഭൂമിയിൽ എന്നും നിറവേറേണം. ഇസ്രായേലിൻ നാഥനായി ഏകദൈവം, സത്യജീവമാർഗമാണു ദൈവം. മധ്യനായി ഭൂമിയിൽ പിറന്നു സ്നേഹദൈവം, നിത്യജീവനേടുന്നു ദൈവം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അപ്പോൾ ഉടമ്പടി പ്രകാരം എൻ്റെ മക്കളെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുമ്പോൾ, കാരുണ്യ പ്രവർത്തികൾ ചെയ്യുമ്പോൾ, ആത്മരക്ഷ വീണ്ടെടുപ്പ് പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളുടെ ആത്മരക്ഷയെ പരിപോഷിപ്പിക്കുകയും മറ്റുള്ളവരിലേക്ക് നിത്യരക്ഷാമാർഗമായി ഈശോയെ സംരഭ്യമാക്കുന്ന അപ്പോസ്തല ശുശ്രൂഷയാണ് ചെയ്യണമെന്നുള്ള ബോധ്യത്തോടു കൂടി പ്രവർത്തിക്കാൻ ശക്തിക്ക് വേണ്ടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. പ്രവർത്തനത്തെ, സുവിശേഷ പ്രവർത്തനത്തെ അങ്ങ് ആശീർവദിക്കണമേ കർത്താവേ. കർത്താവിനെ കൊടുക്കുന്ന ശുശ്രൂഷ, ആത്മാവിനെ വീണ്ടെടുക്കുന്ന മാത്രം പ്രേക്ഷിത പ്രവർത്തനത്തെ കർത്താവെ ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉടമ്പടി നിബന്ധന പ്രകാരം പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്ന എല്ലാ മക്കളെയും ആശീർവദിക്കണമേ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ നിങ്ങളിൽ സാക്ഷികളാകും. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ നിങ്ങളിൽ സാക്ഷികളാകും. ഭൂമിയിൽ എല്ലായിടത്തും നിങ്ങളിൽ സാക്ഷികളാകും. ഭൂമിയിൽ എല്ലായിടത്തും നിങ്ങളിൽ സാക്ഷികളാകും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് കർത്താവായ ദൈവമേ,
ക്രിസ്തുവിനെ ലോകത്തിന് കൊടുക്കാൻ, ക്രിസ്തുവിനെ ലോകത്തിന് കൊടുക്കാൻ, ക്രിസ്തു വഴി ദൈവം നേടിയെടുത്ത നിത്യരക്ഷാമാർഗം എല്ലാവർക്കും ലഭിക്കുവാൻ എന്നെ ഉപകരണമാക്കണമേ. കർത്താവായ ദൈവമേ, നീ ലോകത്തോട് കാണിച്ച ഏറ്റവും വലിയ കാരുണ്യം ക്രിസ്തുവിനെ നൽകിയതാണ്. ഞാനും സമൂഹത്തോട് കാണിക്കേണ്ട ഏറ്റവും വലിയ കാരുണ്യം, ആദ്യത്തെ കാരുണ്യം ക്രിസ്തുവിനെ നൽകുന്നതാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് സുവിശേഷ സാക്ഷിയായി ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ. അമ്മേ പരിശുദ്ധമേ, ദേവമാതാവേ, എനിക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. സാക്ഷിയാകാൻ, സുവിശേഷത്തിന്റെ സാക്ഷിയാകാൻ, കാരുണ്യത്തിന്റെ സാക്ഷിയാകാൻ, കാരുണ്യ പ്രവൃത്തിയുടെ സാക്ഷിയാകാൻ കർത്താവേ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞാൽ നിങ്ങളിൽ സാക്ഷികളാകും. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞാൽ നിങ്ങളിൽ സാക്ഷികളാകും. ഭൂമിയിൽ എല്ലായിടത്തും നിങ്ങളിൽ സാക്ഷികളാകും. ഭൂമിയിൽ എല്ലായിടത്തും നിങ്ങളിൽ സാക്ഷികളാകും. മക്കളെ, സന്തോഷമായി നിൽക്കുക. ആരിയ്ക്കണ്ടേ? നമ്മൾ രോഗസൗഖ്യ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ്. പരിശുദ്ധമ പ്രത്യക്ഷപ്പെട്ട ഇടത്തിലെ അതിൻ്റെ തെളിവായിട്ടാണ് ഈ സാക്ഷ്യങ്ങളെല്ലാം നമ്മൾ കാണുന്നതും കേൾക്കുന്നതും കൈകൊണ്ട് തൊടുന്നതും. പരിശുദ്ധ സഭ ഈ ദൈവികമായ രഹസ്യം പഠിക്കാൻ, ദൈവത്തിൻ്റെ മനസ്സ് വെളിപ്പെടുത്തി ലോകത്തിന് നൽകാൻ ആണ് നമ്മൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലണത്. ഇന്നലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ വാർഷികമായിരുന്നു. ഞാൻ ഫുൾ ടൈം സൈലൻ്റ് ആയിരുന്നു പരമാവധി. ഇന്നലെ 11 മണിക്കാണ് 2015 അമ്മ പ്രത്യക്ഷീകരണ പ്രാർത്ഥന 2014 തന്നത്, നവംബർ 24-ാം തീയതി. അതിനുശേഷം വന്നിട്ടുള്ള മാറ്റമാണ് നമ്മളിന്ന് കാണുന്ന എല്ലാ കാര്യങ്ങളും. ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യാനിരിക്കുന്നുവെന്ന് എൻ്റെ മനസ്സെപ്പോഴും പറയും. സമയഘടികാരവും നെഞ്ചി ചാർത്തിക്കൊണ്ട് പ്രത്യക്ഷപ്പെട്ട അമ്മ എന്താണ് ലോകത്തോട് പറയാൻ ഉദ്ദേശിച്ചതെന്ന് പറയേണ്ടത് സഭയാണ്. സഭ അത് പറയാൻ, ദൈവം ആഗ്രഹിക്കുന്ന പോലെ അത് വ്യാഖ്യാനിക്കപ്പെടാൻ ആണ് നമുക്ക് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുള്ളത്. അതുകൊണ്ടാണ് രാവിലെ എഴുന്നേറ്റ് നമ്മൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലണത്. നിങ്ങളുടെ എല്ലാ സങ്കടങ്ങളിലും നിങ്ങളെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന സഹായിക്കും. എവിടെ വേണമെങ്കിലും അത് നിങ്ങളുടെ മൊബൈലിൽ അടിച്ചിട്ടേക്കണം. മൊബൈലിൽ നിങ്ങൾ ബസ്സിലിരിക്കുമ്പോഴും, നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിന് പോകുമ്പോഴും, ഇൻ്റർവ്യൂ ബോർഡിൻ്റെ നമ്മൾ ബാക്കിൽ പാർലിരിക്കുമ്പോഴും മൊബൈലിൽ എടുത്തിട്ട് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കണം. പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ പ്രശ്നം എന്താ? മാതാവിൻ്റെ പ്രത്യക്ഷീകരണമാണ്. ഇപ്പോൾ തന്നെ ചില സാക്ഷ്യം പറഞ്ഞില്ലേ, അമ്മ എൻ്റെ മകളുടെ കൂടെ പോണേന്നൊക്കെ പറഞ്ഞില്ലേ. എന്താ കാര്യം? പ്രത്യക്ഷീകരണത്തിന് ഇഫക്റ്റായിട്ട് എത്രയോ പേരാ അമ്മയുടെ രൂപം കണ്ടു, ബ്ലാക്ക് ഷോൾ കണ്ടു, ഇങ്ങനെ സിൽവർ ഗ്രേഡ് ഷോ കണ്ടു. എൻ്റെ മകൻ്റെ മുതുകത്തിൽ അത് വഴി ഇഴഞ്ഞിപ്പോയി. എൻ്റെ കൂടെ അടുക്കള വരെ അമ്മ വന്നതൊക്കെ പറയണത് എന്താ? അതൊക്കെ സത്യമായ കാര്യങ്ങളാണ്. കാര്യം ഞാൻ കണ്ട് അനുഭവിച്ചതാണ്, എനിക്കറിയാം. മറ്റുള്ളവരോട് പറഞ്ഞത് മനസ്സിലാവത്തില്ല. എന്നോട് ഞാനത് കണ്ടനുഭവിച്ച കാരണം എനിക്കറിയാം ഇതെല്ലാം 100-150% സത്യമായ കാര്യമാണ്. അമ്മയുടെ ഒരു സഞ്ചാരമുണ്ട് ശരിക്കും. ഉടമ്പടിയിലൂടെ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു സാന്നിധ്യം. കാര്യം ഉടമ്പടി തുടങ്ങിയപ്പോഴും മോസസിനോട് പറഞ്ഞത് ഐ വിൽ കം വിത്ത് യു, ഞാൻ നിൻ്റെ കൂടെ വരും. മരിയൻ ഉടമ്പടിയിൽ അമ്മ സാന്നിധ്യം വരുന്നതിൻ്റെ പഴയ പാരമ്പര്യം അതാണ്. ഉടമ്പടി എടുക്കുന്നതിൻ്റെ കൂടെ കാര്യം ഉടമ്പടി എടുക്കുന്ന ആൾ എന്തുകൊണ്ടാണ് വചനം വായിക്കണം അരമണിക്കൂർ? എന്തുകൊണ്ടാണ് വചനം കേൾക്കണത് ഇവിടെ വന്ന്? അതാണ് ഇവൻ അല്ലെങ്കിൽ ഇവള് ഓട്ടോമാറ്റിക്കായിട്ട് കൺവേർട്ടായിട്ട് വാഗ്ദാന പേടകമായി മാറും. വചനം ഉദരത്തിലിരിക്കുമ്പോഴാണ് അമ്മ വാഗ്ദാന പേടകമായി മാറണത്, അല്ലേ? അതുപോലെ വചനം ഹൃദയത്തിലിരിക്കുമ്പോൾ നമ്മളും വാഗ്ദാന പേടകമായി മാറുകയാണ്. അതാണ് ഉടമ്പടിയുടെ ഏറ്റവും വലിയ മെക്കാനിസം എന്ന് പറയുന്നത്. നമ്മൾ ഹൃദയത്തെ സ്വീകരിച്ച് കഴിയുമ്പോൾ നമ്മൾ വാഗ്ദാന പേടകമായി മാറും. അപ്പോൾ ദൈവസാന്നിധ്യത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്.
അതാണ് സഞ്ചാരം എന്ന് പറയുന്നത്. ഉടമ്പടി സഞ്ചാരം അതാണ്. അപ്പോൾ എൻ്റെ മക്കളെ കറക്റ്റായിട്ട് ഉടമ്പടി പാലിക്കാൻ വേണ്ടി ഞങ്ങൾ ഈ കൗൺസിലേഴ്സിനെ വെച്ച് നിങ്ങളെ നിഷ്കർഷിക്കുന്നതിൻ്റെ കാരണം ആ ഉടമ്പടി പ്രകാരം ദൈവം നിങ്ങളുടെ കൂട്ടുപിരിഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ കർക്കശ്യം കാണിക്കണത്. ശ്രുതികട ഹല്ലേലൂയ. ഉടമ്പടി പ്രാർത്ഥനയെ സമർപ്പിക്കുന്നു, അത് ചെല്ലുന്ന സമയങ്ങളെ സമർപ്പിക്കുന്നു, ഉടമ്പടി ചെലുത്തുന്ന വ്യക്തികളെ സമർപ്പിക്കുന്നു, അതിൻ്റെ പ്രതികരണങ്ങളെ സമർപ്പിക്കുന്നു.